ഹലോ, ഞാനിപ്പോൾ യു കെയിലെത്തിയിരിക്കുന്നത് എൻ്റെ റിസർച്ചിൻ്റെ പാർട്ടായിട്ട് കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ജർമ്മനിനെക്കാട്ടിലും കുറച്ച് തണുപ്പ് കൂടുതലുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. പിന്നെ ഇവിടെ ബീം ടൈമിനാണ് ഞാൻ വന്നത്. അപ്പം രാവിലെ പോയിട്ട് രാത്രിയൊക്കെ ആവും റൂമിലെത്തുമ്പോൾ, കാരണം നമുക്ക് 24/7 മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ മെഷർമെൻറ്റ്സ് റൺ ചെയ്യുമ്പോൾ ഡേ ടൈമിലും നൈറ്റ് ടൈമിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കണം നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണോ. പിന്നെ ഇവിടെ എല്ലാം ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയുക, ജർമ്മനിയിലെത്തിയിട്ട് ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ജേർണി. ആൻഡ് എനിക്ക് ഈ PhD പൊസിഷൻ കിട്ടിയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എനിക്ക് യു കെയിൽ പോകേണ്ടി വരുന്നു. സോ ഐ നോ ദിസ് ബിഫോർ. ആൻഡ് ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ശരിക്കും ഈ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക, പക്ഷേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കുറേ സോസേജും പിന്നെ എഗ്ഗും ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. ഇപ്പോൾ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എബ്രോഡിൽ വന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്യും, എനിക്ക് വേറെ കൺട്രീസിലൊക്കെ പോകാൻ പറ്റും. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് റിയലി ഹാപ്പി ഫോർ ദാറ്റ്. എനിക്ക് എങ്ങനെയെങ്കിലും ജർമ്മനിയിലൊക്കെ എത്തണമെന്നേ ഉള്ളൂ. എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, ഭയങ്കര വീങ്ങിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കണ്ണിന് എനിക്ക് ഭയങ്കര വേദന എടുക്കണം. ഡ്രീം ടൈം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ നേരമൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ പ്രോപ്പർ സ്ലീപ്പൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. സോ ഇനി ജർമ്മനിയിലെത്തിയിട്ട് ഇന്ന് ഫ്രൈഡേ, സോ സാറ്റർഡേ സൺഡേ സുഖമായിട്ട് കിടന്നു തുടങ്ങണം. സോ ഫുള്ള് പാക്ക് ചെയ്തു. നമ്മളിനി 1 വീക്കിന് ശേഷം യുകെ തിരിച്ച് ജർമ്മനിയിലേക്ക് പോവുകയാണ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാനൊരു റാപ്പൊക്കെ വാങ്ങി. അപ്പോൾ ഇനി നമുക്ക് ജർമ്മനിയിലെത്തിയിട്ട് കാണാം. സോ ബൈ.